നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് മണ്ഡലത്തിലാണ്. UDF-ന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിലും LDF-ന് വേണ്ടി ഡോക്ടർ സരിനും BJP-ക്ക് വേണ്ടി കൃഷ്ണകുമാറും നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ ആർക്കായിരിക്കും വിജയലക്ഷ്യം? പീപ്പിൾസ് കേരള സർവേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സർവേയിൽ പങ്കെടുക്കുന്നത് 200 പേരാണ്. ഇനി പാലക്കാട് മണ്ഡലത്തിലെ അഭിപ്രായങ്ങളിലേക്ക് പോകാം. എന്റെ ഒരു കാഴ്ചപ്പാട് LDF വരണം എന്നാണ് കാഴ്ചപ്പാട്. പക്ഷേ അവരിപ്പോ ചെയ്യുന്നത് പ്രവൃത്തികൾ വലിയ സുഖമില്ലാത്ത പരിപാടി ആയതുകൊണ്ട് അതിപ്പോ എന്താണെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. LDF വരണം എന്നുള്ളതാണ്, പക്ഷെ പ്രവർത്തനങ്ങളൊന്നും വളരെ നിങ്ങളുടെ പ്രവർത്തനം മോശമാണ്. ആര് വരണം? BJP വരണോ കോൺഗ്രസ് വരണോ? കോൺഗ്രസ് വരണം. കോൺഗ്രസ് വരണം. ആര്? മാങ്കൂട്ടം വരണം. മാങ്കൂട്ടം വരണം. ഇപ്പോഴത്തെ നിലയില് കാര്യത്തിന് മര്യാദ ആൾക്കാർ രാഹുൽ ഗാന്ധിയുള്ളൂ. രാഹുൽ മാങ്കൂട്ടം. രാഹുൽ മാങ്കൂട്ടം. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? അങ്ങനെ പറയുന്ന ചെറുപ്പക്കാരാണ്. അതിനൊരു സത്യവിശ്വാസമുണ്ട്, മറ്റൊരു ഒരു വഞ്ചനയില്ല. ജയിക്കും. ഓക്കെ, പാർട്ടി അനുഭാവിയാണ്. ആരാണ് ജയിക്കുക? നമുക്ക് സരിൻ വരണം എന്നാണ് മനസ്സിലാഗ്രഹം. നമ്മൾ തൊഴിലാളി വർഗത്തിന്റെ ആളാണ്. വരുമോ? സരിൻ വരുമോ? വരണല്ല, വന്നാലും വന്നിട്ടില്ലെങ്കിലും അയാൾക്കാണ് നമ്മുടെ പിന്തുണ. എന്റെ ഒരു അസസ്മെന്റിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കോൺഗ്രസ് ജയിക്കും പോലെ തോന്നുന്നു. അതെന്ത് ജയിക്കും പോലെ തോന്നുന്നു പറയണേ? തോന്നുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാഹുൽ ജയിക്കുന്നാണ് പറയണേ. രാഹുൽ ജയിക്കുന്നതാണ് തോന്നുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? എന്തുകൊണ്ടെന്ന് വെച്ചാല് BJP-യിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പിന്നെ CPM-ലും കുറച്ച് ആൾക്കാര് വോട്ട് ചെയ്യാൻ തോന്നല്ലേ എനിക്ക്. സരിൻ. എന്തുകൊണ്ടാ സരിന്റെ പേര് പറയണേ? കൂടുതൽ ഭൂരിപക്ഷം കിട്ടുക. വോട്ട് ചെയ്യാൻ ജയിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കും. മുൻതൂക്കം എന്തായാലും ഇപ്പൊ ഞാൻ പറയില്ല, എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ഒളിച്ചു വെക്കും. അത് ജയിക്കുമ്പോ നമുക്ക് നോക്കാം. വെറുതെ ശത്രുക്കൾ ഉണ്ടാക്കുന്നത്, വെറുതെ ശത്രുക്കൾ എന്താ ആവശ്യം? വേറെ പാർട്ടിക്കാരാണ്. അറിഞ്ഞൂടാ. എന്തുകൊണ്ട് അറിയാത്ത? ഞാൻ പാർട്ടിയില് ചെയ്യൂ. ആർക്ക് ചെയ്യും? തോന്നിയവർക്ക് ചെയ്യും. അത് ആരായിരിക്കും? നിങ്ങളുടെ മനസ്സിൽ ആരാണ്? എനിക്ക് അറിഞ്ഞൂടാ. ഇല്ല, എന്നാലും ഏകദേശം മാർക്ക് ചെയ്യും. 3 സ്ഥാനാർത്ഥികൾക്ക് ആർക്ക്? എനിക്ക് അറിയില്ല. ആര് ജയിക്കുന്ന പറഞ്ഞാൽ ആര് നല്ല കാര്യം ചെയ്യും അവര് ജയിക്കും. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ആര് നല്ല കാര്യം ചെയ്യുന്നുണ്ട് ഇവിടെ? ഇതിനു മുമ്പ് ഇവിടെ ചെയ്തിരുന്നത് ഷാഫി പറമ്പിൽ തന്നെയായിരുന്നു. അപ്പൊ അത് അതേമാതിരി ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ആ പാർട്ടി തന്നെ ജയിക്കുള്ളൂ. ആര്? രാഹുൽ മാങ്കൂട്ടത്തിലാണ്. എന്തുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നത്? അങ്ങനെ അത് അവര് ഇതിനു മുമ്പ് ചെയ്ത ആള് പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നു, അതുകൊണ്ട് അയാൾ സ്ഥിരമായി ജയിച്ചു. അതേ രൂപത്തിൽ ആൾക്കാർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അയാളെ ജയിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുള്ളൂ. അതിന്റെ കാരണം പിണറായി വിജയന്റെ ഈ ദുഷ്ഭരണം, ഇത്രയും മോശം ഭരണം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അരിയാഹാരം കഴിക്കുന്ന ഒരു മനുഷ്യൻ പോലും പിണറായി വിജയനോ CPM-നോ വോട്ട് ചെയ്യൂല. അപ്പൊ അതിന്റെ ഈസിയാണ്, വളരെ ഈസി ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുക. സരിന്. എന്തുകൊണ്ടാ സരിന്റെ പേര് പറയണേ? സരിന് നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല ആള്, വലിയ കുഴപ്പമില്ലാത്ത മനുഷ്യൻ. മറ്റു 2 സ്ഥാനാർത്ഥികൾ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഇല്ലാന്ന് ഞാൻ പറയണില്ല. ഇവിടെ 190 UDF ജയിക്കും. UDF. എന്തുകൊണ്ടാ? രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കും. ഷാഫി പറമ്പിന്റെ വഞ്ചിത്തുകാരന്. ഇവിടുത്തെ നിങ്ങളെ വോട്ട് ആർക്കാ? ഞങ്ങള് LDF-ന്റെ ആൾക്കാരാ. എന്തുകൊണ്ടാ UDF-ന് വോട്ട് ചെയ്യുന്നത്? പൊതുവെ പറയാം, ഞങ്ങള് UDF-ന് LDF-ക്ക് പൊതുവെ പറഞ്ഞ അങ്ങനെ നിൽക്കുന്നു. ഇവിടെ UDF ജയിക്കൂ. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കോളും. എന്തുകൊണ്ടാ രാഹുലിന്റെ പറയുന്നത്? രാഹുൽ എന്ന് പറഞ്ഞാൽ അവൻ കള്ളനല്ലേ, കോൺഗ്രസിൽ പോയവനല്ലേ സരി. കള്ളനാണോ? പിന്നെ എന്തുകൊണ്ട് കള്ളൻ എന്ന് പറയാം? അവനത് പാർട്ടി പറ്റില്ല, അവന് നിൽക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ഓക്കെ മാർക്കസ് തന്നെയാണ് ജയിക്കുള്ളൂ, വിശ്വാസം. ഉറപ്പല്ല, അതാണ് വിശ്വാസം. എന്തുകൊണ്ടാ വിശ്വാസം മാത്രം ഉറപ്പല്ലാതിരിക്കുന്നത്? ഇവിടെ ഇപ്പൊ കൂടുതൽ അതാണ് കാണുന്നത്. സരിൻ ജയിക്കുന്നതാണ് വിശ്വാസം. പക്ഷെ BJP വന്നാൽ കുറച്ചുകൂടെ നന്നായിരിക്കുന്നു. വേറൊരാളെ ഒരു ഓപ്ഷൻ, നമുക്ക് ബെറ്റർ ഓപ്ഷൻ ഒന്ന് പറഞ്ഞാൽ അവര് ബെറ്റർ എന്നല്ല ഉദ്ദേശിക്കുന്നത്. BJP-യിലേക്ക് എന്നുള്ള ചായ്വുള്ള ആളാണ് നിങ്ങൾ? അല്ലല്ല, അങ്ങനെയല്ല. ഇന്നത്തെ നരേന്ദ്രമോദി പ്രസ്ഥാനത്തിനാണ് വോട്ട്. താമര ഉറപ്പ്. ജയിക്കും. ഉറപ്പായി. അത് പറയാൻ പറ്റില്ല. ജയിക്കുന്ന ആഗ്രഹം സരിൻ തന്നെയാണ്. ജയിക്കാൻ ആഗ്രഹം സരിനാണ്. നമ്മുടെ ഇവിടുത്തെ ജയിക്കുന്ന കാര്യം ഇപ്പൊ വളരെ മാറി ജയിക്കുന്നത് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം സരിൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്, LDF-ലേക്ക് വന്നത്. പിന്നെ കൃഷ്ണകുമാർ അതേഭാഗത്ത് നിൽക്കുന്ന സമയത്ത് സന്ദീപ് വാര്യർ വീട്ടിൽ നിൽക്കുകയാണ്. അങ്ങനെ ഒരു പ്രശ്നം. അപ്പൊ
ചുരുക്കം പറയുകയാണെങ്കിൽ ആര് മാങ്കുട്ടം ജയിക്കാൻ സാധ്യത ഇല്ലില്ല, രാഹുൽ മാങ്കടത്ത് ഒരുപാട് ഇന്നലെ അടക്കം നോക്കുമ്പോൾ 19ാമത്തെ ആള് അടക്കം പാലക്കാട് നിന്ന് അവരെ പോയി. അപ്പോൾ അതും ചാൻസ് ഇല്ല. അപ്പോൾ ജയിക്കുന്ന ആരാണ് വളർത്ത് വെച്ച വോട്ടുകൾക്ക് ആയിരിക്കും ജയിക്കുന്നത്. ആരായിരിക്കും ജയിക്കുക? നമ്മൾ മനസ്സുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത് സരിൻ ജയിക്കുന്നതാണ്. പക്ഷെ ആര് ജയിക്കുന്നത് നമ്മൾക്കാണ് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ജയിക്കുന്ന വിശ്വാസം ഉണ്ടോ? ജയിക്കണം എന്ന് വിശ്വാസമുണ്ട്, പ്രതീക്ഷയുണ്ട്. ഓക്കെ, രാഹുൽ രാഹുൽ എന്തുകൊണ്ടാണ് രാഹുലിന്റെ പേര് പറയണേ? രാഹുൽ തന്നെ വരുള്ളൂ. ആണോ? എന്തുകൊണ്ട് രാഹുലിന്റെ പേരോട്ട് പറയണേ? രാഹുലേ ഉള്ളൂ നല്ല ആള്. ആണോ? ബാക്കിയുള്ള എല്ലാവരും മോശമാണ്. മോശമല്ല, ഇതില് ഭരിക്കാൻ അവര് തന്നെ വേണം. ആണോ? അഭിപ്രായത്തിൽ കോൺഗ്രസ് തന്നെ ജയിക്കുള്ളൂ. അത് കോൺഗ്രസ് സീറ്റ് തന്നെ, അതിൽ യാതൊരു സംശയം ഇല്ല. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? എന്തുകൊണ്ടാണ് ആ സീറ്റ് ഇവിടുത്തെ സാഹിബിയുടെ സീറ്റാണ്, അത് അവിടെ തന്നെ കിട്ടുന്നത് ആണ്. അത് യാതൊരു സംശയമൊന്നുമില്ല. വെറുതെ കാച്ചിപ്പൂച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് തന്നെ പറഞ്ഞു. ആര് ജയിക്കും? അത് തന്നെ പറഞ്ഞത് കോൺഗ്രസ് പറഞ്ഞ കൈ മാങ്കൂട്ടം ജയിക്കും. മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ടാ? മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടം അടിപൊളി ആളല്ലേ? ആണല്ലേ? നിങ്ങൾ ഞാൻ വിചാരിച്ചു അത് നോക്കണ്ട. അത് ചരട് ഞാൻ വിചാരിച്ചു BJP കാരാണ് കയ്യിൽ രാജ്യം കെട്ടിയത്. അതൊന്നും നോക്കണ്ട. രാജ്യം ടീച്ചർ BJP ആവില്ലല്ലോ. CPM ജയിക്കുന്നു വിചാരിക്കുന്നു. CPM ശരി ജയിക്കണം. അതെ. എന്തുകൊണ്ടാ? അത്ര നല്ല കാര്യങ്ങളൊക്കെ ഇനി അവരെങ്കിൽ ചെയ്ത് നോക്കണല്ലോ. താങ്കളുടെ കാഴ്ചപ്പാട്? കമ്മ്യൂണിസ്റ്റ് സരി. എന്തുകൊണ്ടാ കമ്മ്യൂണിസ്റ്റിന്റെ പേര് പറയുന്നത്? അല്ല, കൂടുതല് നോക്കാം. കമ്മ്യൂണിസ്റ്റ് സരി ജയിക്കുന്നത് കൈ ജയിക്കും. മാങ്കൂട്ടം. മാങ്കൂട്ടം എന്തുകൊണ്ടാ മാങ്കൂട്ടത്തിന്റെ പേര് പറയുന്നത്? മാങ്കൂട്ടം. രാഹുല ജയിക്കൂ? രാഹുൽ എന്തുകൊണ്ടാ ജയിക്കും. ജയിക്കും എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഈ പ്രാവശ്യം ജയിക്കണമെന്ന്. ഈ പ്രാവശ്യം ജയിക്കണം. ജയിക്കുന്നത് മാങ്കൂട്ടമായിരിക്കും. മാങ്കൂട്ടം എന്തുകൊണ്ടാ മാങ്കൂട്ടത്തിന്റെ പേര് പറയുന്നത്? മാങ്കൂട്ടത്തിന്റെ പേര് ഇവിടുത്തെ ചാൻസ് അങ്ങനെയാണ്. കോൺഗ്രസ് ജയിക്കൂ? കോൺഗ്രസ് ജയിക്കാൻ സാധ്യത. ഇത് ഏത് ചാനലാ? ചാനലൊക്കെ ഓക്കെ, അത് കുഴപ്പമില്ല. ഞാൻ ചോദിക്കുന്നത് ആര് സ്ഥാനാർത്ഥി? 3 സ്ഥാനാർത്ഥികളുണ്ട്. രാഹുൽ മാങ്കൂട്ടമുണ്ട്, ഡോക്ടർ സരിൻ ഉണ്ട്, കൃഷ്ണകുമാറിന്റെ. ആര് ജയിക്കും? എനിക്ക് രാഹുൽ ഇല്ല, രാഹുലിനൊരു സാധ്യതയുള്ള പോലെ തോന്നുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് സാധ്യതയുള്ള പോലെ. എന്തുകൊണ്ടാ സാധ്യതയുള്ള പോലെ തോന്നുന്നത്? അതെനിക്ക് തോന്നുന്നു കുറച്ച് പാർട്ടി ബേസ് ആയിട്ട് ഷാഫി പറമ്പലിന്റെ കുറച്ച് ആ ഒരു ഇത് വെച്ചിട്ട് കിട്ടുന്ന. രാഹുലാണ് ജയിക്കുക? അത് കൺഫ്യൂഷൻ ആക്കിയ ഒരു ചോദ്യമാണ്. കൺഫ്യൂഷൻ അല്ല, നിങ്ങളുടെ അഭിപ്രായത്തിൽ വ്യക്തമായ ഉത്തരം നിങ്ങൾക്ക് ഉണ്ടാവും. ആര് ജയിക്കും? BJPയുടെ കാൻഡിഡേറ്റ് ജയിക്കണം. ആര്? കൃഷ്ണകുമാർ ജയിക്കണം. BJP ജയിക്കണം. എന്തുകൊണ്ടാണ്? കേന്ദ്രത്തിന്റെ കീഴിലുള്ള ഒരു അണിയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ജയിക്കണം. കൃഷ്ണകുമാർ തന്നെ ജയിക്കണം. ഓക്കെ, അതേ അടുത്ത വർഷം വരെയും അടുത്ത വർഷം സരിൻ ജയിക്കും. ശരി. എന്തുകൊണ്ടാ? അതെനിക്കറിയില്ല. സരിൻ ജയിക്കണം. നിങ്ങളുടെ വോട്ടാർക്കാ? ഇടതുപക്ഷത്തിന്. ഇടതുപക്ഷത്തിന് ഉറപ്പാ? നിങ്ങൾ ഇടതുപക്ഷ അനുയായിയാണോ? നമ്മള് അതിന്റെ ആളാണ്. സിദ്ധാമോ? 100% രാഹുൽ മാങ്കൂട്ടം തന്നെ ജയിക്കേണ്ടത്. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഒന്നാമത് യുവാവാണ്, രണ്ടാമത് സ്മാർട്ടാണ്. പിന്നെ നമ്മളിപ്പോ ചാനലുകളിലൊക്കെ കാണുന്നതാണ്, വെറും ഈ ദുർഭരണത്തിനെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ ചെയ്തതിന്റെ പേരിൽ മാത്രം 80ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതേപോലെ സരിൻ ചെയ്തിട്ടില്ലേ? സരിൻ ചെയ്താലും സീറ്റ് കിട്ടാത്തതിന്റെ ഒരു പേരിൽ മാത്രമാണ് വേറൊരു പാർട്ടിയിലേക്ക് പോയി. അടുത്ത തവണ ഇപ്പൊ 2 കൊല്ലം കഴിഞ്ഞ് വീണ്ടും ഇലക്ഷൻ വരുന്നുണ്ട്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സീറ്റ് കൊടുത്തില്ലെങ്കിൽ വീണ്ടും ചാടില്ലാന്ന് എന്താ ഉറപ്പുള്ളത്? BJPയിലേക്ക് പോകും? അതും പറയാൻ പറ്റില്ല. BJPയുടെ അടുത്ത് പോയി 100% രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കണം. കൃഷ്ണകുമാർ ജയിക്കും. കൃഷ്ണകുമാർ BJP. എന്തുകൊണ്ടാണ് അങ്ങനെ കൃഷ്ണകുമാർ ജയിക്കും പറയുന്നത്? ആരാണ് ഭൂരിപക്ഷം? ഭൂരിപക്ഷം BJP ജയിക്കും. കുറച്ച് 30%. അപ്പൊ കാശമാനം അവിടെ പോയി ജയിക്കോ? ഇല്ല. കാശമാനെ ആർക്കാ? രണ്ടാലൊരു പാർട്ടിക്ക് പോകുമല്ലോ. ആർക്കാ പോവാ? കോൺഗ്രസിന്. രാഹുൽ മാങ്കൂട്ടത്തിന് പോകും. കാശതമാനം. അപ്പൊ ജയിക്കാൻ സാധ്യത BJP ആണ്. പക്ഷെ കുറച്ച് ശതമാനം. പക്ഷെ 100% കോൺഗ്രസിനാണ് അല്ലെ ജയിക്കാൻ മുന്നിൽ നിൽക്കുന്നത് മാങ്കൂട്ടമാണ്. മാങ്കൂട്ട മുന്നിൽ നിൽക്കുന്നത്. പിന്നിൽ നിൽക്കുന്ന ആരാ? പിന്നിൽ നിൽക്കുന്നത് പറഞ്ഞാൽ BJPയും ഒപ്പത്തിന് ഒരു സുമാരം അങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷെ മാങ്കൂട്ടത്തിനാണ് ചാൻസ് എന്നാണ് വിചാരിക്കുന്നത്. എന്റെ ഒരു ചെറിയ വിലയിരുത്തൽ. 3 വോട്ടറും ഒരുപാട് പൈസ ചെലവാക്കിയിട്ടുണ്ട്. 1.5 കൊല്ലത്തേക്ക് വേണ്ടി ഇത്ര ചെലവാക്കേണ്ട ആവശ്യമില്ല. 3 വോട്ടറും ഒരുപാട് ചെലവാക്കിയിട്ടുണ്ട്. പക്ഷെ ആര് ജയിക്കാനും വലിയ ഭൂരിപക്ഷം ഒന്നും ഉണ്ടായില്ല. ആര് ജയിക്കുന്ന നിങ്ങളെ കാഴ്ചപ്പാട്? നിങ്ങൾ പാലക്കാടിൽ കുറച്ച് വയസ്സുള്ള ആളാണ്. ആര് ജയിക്കും? അതങ്ങനെ വ്യക്തം. 2 വോട്ടറില് 3 വോട്ടറില് ഒരാൾ കമ്മിയേ വരുള്ളൂ. അതാരാ ഒരാൾ കമ്മി? അത് വേണ്ട അറിയുമ്പോ. ആര് ജയിക്കാനാ സാധ്യത എന്ന് പറയാലോ? രാഹുലിന്റെ. എന്തുകൊണ്ട് രാഹുലിന്റെ പേര് പറയണം? ഭൂരിപക്ഷം കമ്മിയാവും. രാഹുൽ ജയിക്കും. നമ്മുടെ പാലക്കാട് സ്ഥാനാർത്ഥിക്കാണ് മുന്നോക്കം കൊടുക്കേണ്ടത്. ആരാണ്? ഒരു കൃഷ്ണകുമാർ ജയിക്കുന്നതാണ് എന്റെ BJP ജയിക്കും. എന്തുകൊണ്ടാ? കാരണം പാലക്കാട്ടിലെ പ്രതിനിധി ആയതുകൊണ്ട് അയാൾ ജയിക്കാനുള്ള ചാൻസ്. കാരണം പാലക്കാടിലെ പ്രശ്നങ്ങൾ തരണം ചെയ്യാനുള്ള കഴിവ് അംഗീകരിക്കുള്ളൂ. ആരെ ജയിക്കുക പറഞ്ഞാൽ ഇപ്പോ
മറ്റേ മാങ്കോട്ടത്തിൽ. മാങ്കൂട്ടത്തിലാണ്. രാഹുൽ രാഹുൽ എന്തുകൊണ്ടാ മാങ്കൂട്ടത്തിൽ. രാഹുലിന്റെ പേര് പറയുന്നത്? അല്ല ഒരു ഇത് എന്താ പറയാ, നമ്മുടെ ഒരു മനസ്സിലൊരു ഇത് ഒരു പ്രതീക്ഷ. அது யாருன்னு சொல்ல முடியாது. ஏன் சொல்ல முடியாது? அது சொல்ல முடியாது. இங்க ஓட்டு இருக்கா உங்களுக்கு? எங்க ஓட்டு இருக்குது? ஆமா, நம்ம பாலக்காடுல ஓட்டு இருக்கா? ஓட்டு இருக்குது. ஆமா, யார் என்ன சொல்ல முடியாம இருக்குது? என்ன அது சொல்ல முடியாது. மக்கள் எப்படி இருக்கிறாங்கன்னு, யாரு என்ன எண்ணத்துல இருக்கிறாங்கன்னு சொல்ல முடியாதுல. யாருக்கு நீங்க ஓட்டு ஓட்டுறோம்? காங்கிரஸ்க்கு. காங்கிரஸ்க்கு. ஏன் காங்கிரஸ்க்கு போட்டு? நான் சின்ன பையன்ல இருந்து காங்கிரஸ் தான். ஆமாவா? யாருக்கு இங்க ராகுல் மாவட்டத்துக்கு போட்டு? யாரு நின்னாலும் சரி காங்கிரஸ் தான் போடுவேன். കൃഷ്ണകുമാർ. എന്തുകൊണ്ടാ കൃഷ്ണകുമാറിന്റെ പേര് പറയുന്നത്? കൃഷ്ണകുമാർ ഇവിടെ നഗരസഭ വൈസ് ചെയർമാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പാലക്കാട്. കൃഷ്ണകുമാറാട്ടെ. കൃഷ്ണകുമാർ ബി.ജെ.പി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അവർക്ക് വോട്ട് കൂടി വരുന്നുണ്ട്. ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും വോട്ട് കുറച്ച് വരുന്നുണ്ട്. അതുകൊണ്ടാണ്. ശരി, അതുകൊണ്ടാ രാഹുൽ ജയിക്കുന്ന തന്നെയാണ് രാഹുൽ വിശ്വാസം. ജയിക്കുന്നതാണ്. എന്തുകൊണ്ടാ രാഹുൽ ജയിക്കുന്ന വിശ്വാസം പറയുന്നത്? വിശ്വാസം ഇതിനു മുമ്പുണ്ടായിരുന്ന ഷാഫിക്ക ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തുടരുന്ന ഒരു വിശ്വാസം. വിശ്വാസമുണ്ട്. രാഹുൽ ജയിക്കും. രാഹുൽ ജയിക്കും. എന്തുകൊണ്ടാണ് രാഹുൽ ജയിക്കും എന്ന് പറയണേ? അങ്ങനെയാണ് സാർ. എന്നാലും എന്തുകൊണ്ടാണ് ജയിക്കുന്നത്? അത്രയൊക്കെ ചോദിച്ചാൽ സാർ എനിക്കറിയില്ല. ഇല്ല. ഇല്ല, പക്ഷെ രാഹുൽ ജയിക്കുന്നതാണ്. രാഹുൽ ജയിക്കുന്നതാണ് നിങ്ങളുടെ വിശ്വാസം? അതെ. ഇവിടെ രാഹുലിനാണ് മുൻതൂക്കം. രാഹുലിന് മുൻതൂക്കം. എന്തുകൊണ്ടാ? രാഹുലിന് അത് കോൺഗ്രസിന്റെ സീറ്റാണ്. രാഹുലാ ജയിക്കുക? രാഹുൽ ജയിക്കുന്നു. മാങ്കോട്ടം ജയിക്കും. മാങ്കൂട്ടം ജയിക്കും. പാലക്കാട് തീർച്ചയായിട്ടും മാങ്കൂട്ടം ജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെയാണ് പറഞ്ഞത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? അങ്ങനെ പറയാൻ നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ആണോ? ജയിക്കും എന്നുള്ള എന്റെ ചോദ്യം. ഒരു മിനിറ്റ്. എന്തുകൊണ്ടാ? അയാൾക്ക് ചാൻസ് ഉള്ളൂ. ആർക്ക്? രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കോട്ടം എന്തുകൊണ്ടാണ് രാഹുലിന്റെ പേര് പറയുന്നത്? അല്ല, സാധ്യത നമുക്കറിയാലോ, സാധ്യത. രാഹുൽ ജയിക്കും. ഷുവറായും ജയിക്കും. കൃഷ്ണകുമാരട്ടൻ ജയിക്കും. ആര്? കൃഷ്ണകുമാരട്ടൻ. ബി.ജെ.പി. എന്തുകൊണ്ടാ ബി.ജെ.പി. ജയിക്കും എന്ന് പറയുന്നത്? എനിക്ക് വ്യക്തിപരമായി കൃഷ്ണകുമാരട്ടൻ നന്നായി അറിയാം. അതുകൊണ്ട് ജയിക്കും. രാഹുൽ മാങ്കൂട്ടം എന്തുകൊണ്ടാണ്? നോക്കുമ്പോ അവര് തന്നെയാണ് മിക്കവാറും ജയിക്കുക. രാഹുൽ മാങ്കൂട്ടത്തെ ജയിക്കല്ലേ? കൃഷ്ണകുമാർ ജയിക്കും. എന്തുകൊണ്ടാ കൃഷ്ണകുമാർ ജയിക്കും എന്ന് പറയുന്നത്? കാരണം 2-3 ട്രിപ്പ് ആയില്ലേ, അപ്പൊ ഇപ്രാവശ്യമെങ്കിലും ജയിക്കുന്നുള്ള. 3 ട്രിപ്പ് തോറ്റാ 4ാമത്തെ ട്രിപ്പ് ജയിക്കുവോ? ജയിപ്പിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. ജയിക്കുവോ? ജയിക്കും. അത് പറയാൻ പറ്റില്ല. വോട്ടിലിടുമ്പോഴുണ്ടാവും. അമ്മ ആർക്കാ വോട്ട് ചെയ്യാം? അങ്ങനെ പറയാൻ പാടില്ല. പറയാൻ പാടില്ല. എന്നാലും പറയാം. നിങ്ങൾക്ക് ആര് ജയിക്കണമെന്ന് അവകാശപ്പെടാലോ. എല്ലാവരും വേണ്ടത്. എല്ലാവരും വേണം. 3 വോട്ടുണ്ടോ നിങ്ങൾക്ക്? ഒന്നെ ഉള്ളൂ. ഒന്നെ ഉള്ളൂ. അത് ആർക്കിടും? അപ്പൊ അറിയില്ല, പറയാൻ പാടില്ല. ഇല്ല, പറയാൻ പാടില്ല. രാഹുൽ എന്തുകൊണ്ടാ രാഹുലിന്റെ പേര് പറയുന്നത്? അയാൾക്ക് അർഹതപ്പെട്ടുള്ളൂ. അയാൾക്ക് അർഹതപ്പെട്ടോ? അർഹതപ്പെട്ട അയാൾ അത്രയും പോലീസുകാരെ തല്ലും കേസുകളും കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് അനുഭവിച്ച ആളാണ്. അപ്പൊ അയാൾ ജയിക്കണം. അയാൾ ജയിക്കണം. ബി.ജെ.പി. എന്തുകൊണ്ടാ ബി.ജെ.പി. ഉറപ്പാണ്. എന്തുകൊണ്ടാ? വരും, ഉറപ്പാ. എന്തുകൊണ്ട്? ഞങ്ങൾ ഒരു ബലം ഞങ്ങൾക്ക് അവരെ കൊണ്ട്. എന്ത് ബലം? ഗുണമുണ്ട്, എല്ലാം കൂടെ ഗുണമുണ്ട്. ഒരു ഗുണമുണ്ട്. എന്ത് ഗുണം? അത് പറയാൻ പാടില്ല. മാങ്കൂട്ടം തന്നെ. മാങ്കൂട്ടം. എന്തുകൊണ്ടാ മാങ്കൂട്ടത്തിന്റെ പേര് പറയുന്നത്? അല്ല, അവര് ഷാഫി പറമ്പാനുള്ള കുറച്ച് എന്തൊക്കെയോ ചെയ്ത് ആണ്. ജയിക്കും. മാങ്കൂട്ടം ജയിക്കും. നിനക്ക് വോട്ടുണ്ടോടാ? വോട്ടുണ്ടാ? ആർക്ക് ചെയ്യും നീ വോട്ട്? വോട്ടാ? ആണാ? രാഹുൽ മാങ്കൂട്ടം ജയിക്കണം എന്നാണ് എന്റെ ധാരണ. എന്തുകൊണ്ടാ? ഇവിടെ കോൺഗ്രസ് ആണ് 3 ട്രിപ്പ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കോൺഗ്രസിന്റെ മുൻഗണന ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടം. രാഹുൽ മാങ്കൂട്ടം. എന്തുകൊണ്ടാ? ഒരു സംശയമില്ല. സംശയമില്ല. അതിലൂടെ സംശയമില്ല എന്ന് പറയുന്നത്. സംശയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ ഒന്നാമത് ഈ ബി.ജെ.പിന്റെ ഭരണം മുനിസിപ്പാലിറ്റിയില് വികസനമൊന്നുമില്ല. രാഹുൽ മാങ്കൂട്ടം ജയിക്കും. അതിൽ യാതൊരു സംശയമില്ല. സംശയമില്ല. അഭിപ്രായമൊന്നുമില്ല. രാഹുൽ തന്നെയാണ്. രാഹുൽ തന്നെ. നമ്മളിപ്പോൾ യുവതലമുറകൾ വരണം. അവര് ഷാഫിഖാനമാരി പുതിയ ചെറുപ്പക്കാരനെ വരണം. രാഹുൽ വേണം. തീർച്ചയായിട്ടും അതിലൊരു മാറ്റമില്ല. ഓക്കെ. കൃഷ്ണകുമാരനാണ്. കൃഷ്ണകുമാർ. ബി.ജെ.പി. എന്തുകൊണ്ടാ ബി.ജെ.പി. വേണമെന്ന് പറയുന്നത്? ഇവിടുത്തെ നാട്ടുകാരൻ, ഇവിടുത്തെ കാര്യങ്ങൾ, ഇവിടുത്തെ സംഘടനകൾ അറിയും. കഴിഞ്ഞ തവണ 6 മാസം മുമ്പ് വരെ തോറ്റാണ് അതെ അല്ലെ? അപ്പൊ ഈ പ്രാവശ്യം ജയിക്കുന്ന പറയും. തീർച്ചയായും തോൽവി വിജയത്തിന്റെ കയറ്റുപടിയാണല്ലോ. അപ്പൊ ജയിക്കും. ജയിക്കുന്നുള്ളൊരു വിശ്വാസമുണ്ട്. വോട്ട് കിട്ടിയവർ ജയിക്കും. വോട്ട് കിട്ടിയവർ ജയിക്കും. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആര് ജയിക്കണം എന്നുള്ള? അതിപ്പോ 3 ഒരുപോലെയാണ്. അതുകൊണ്ട് 3 ആൾ ജയിക്കട്ടെ. 3 ജയിക്കില്ലേ? അപ്പൊ ഒരാൾ ജയിക്കും. ആരായിരിക്കും? അത് വോട്ട് കിട്ടിയവർ ജയിക്കും. വോട്ട് കിട്ടിയവർ ജയിക്കും. അത്രേ ഉള്ളൂ. കൃഷ്ണകുമാർ ജയിക്കും. കൃഷ്ണകുമാർ ജയിക്കും. എന്തുകൊണ്ടാ കൃഷ്ണകുമാർ ജയിക്കുന്ന പറയുന്നത്? നാട്ടുകാരനായതുകൊണ്ട്. രാഹുൽ മാങ്കൂട്ടം ജയിക്കുന്നതാണ് ഒരു 100% നമ്മുടെ ഒരു വിശ്വാസം. രാഹുൽ മാങ്കൂട്ടം ജയിക്കുന്നതാണ് 100%. രാഹുലിന്റെ കൈ പിടിച്ചു കൊടുക്കുന്ന പോലെയല്ലേ എന്റെ കൈ പിടിച്ചിരിക്കുന്നത്? രാഹുൽ ജയിക്കുന്ന പറയണേ. ബി.ജെ.പി. തന്നെ. എന്തുകൊണ്ടാ ബി.ജെ.പി. ജയിക്കുന്നത്? അവരാണ് സെൻട്രൽ ഗവൺമെന്റ് എല്ലാ പദ്ധതിയും ചെയ്യുന്നത്. ഞങ്ങൾ CSC സെന്റർ വെച്ചിട്ടുണ്ടേ. അപ്പൊ എല്ലാ കൃഷിക്കാരും നല്ല ഉപകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ബി.ജെ.പി. തന്നെ വരണം. എല്ലാവിടെ ഇന്ത്യയിലെ എത്ര സംസ്ഥാനം എല്ലാത്തിനും ബി.ജെ.പി. വരണം. ബി.ജെ.പി. വരുള്ളൂ. ഉറപ്പാണ്. ഞാൻ പറഞ്ഞ കുത്ത് ബി.ജെ.പി. കുത്തുള്ളൂ. വേറെ കുത്തരുത്. നിങ്ങൾ വേറെ കുത്തില്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചർച്ച എന്താണ്? എവിടെയാണ് പുരോഗമിച്ചു? പുരോഗമിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലാണ് സാധ്യത കൂടുതൽ കാണുന്നത്.
എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് സാധ്യത കൂടുതലാണ്? കാരണം നമ്മളെ ഇലക്ഷന്റെ പ്രചരണത്തിലെ സ്റ്റൈലൊക്കെ കാണുമ്പോൾ നമുക്ക് അവർ മനസ്സിലാവുന്നുണ്ട്. കൃഷ്ണകുമാർ BJP എന്തുകൊണ്ടാണ് കൃഷ്ണകുമാർ ജയിക്കുന്നത്? കൃഷ്ണകുമാർ കുറെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ കൃഷ്ണകുമാർ ജയിക്കും. കൃഷ്ണകുമാർ ജയിക്കും. എന്താ വെച്ചാൽ രണ്ടും കൂടിയിട്ട് ഒരേ ഭരിക്കുന്നുണ്ട്. പക്ഷെ ഒന്നൊന്നും നടക്കുന്നില്ല. പറഞ്ഞ അതൊരു മിസ്റ്റേക്ക് ആവും. പറഞ്ഞാൽ മിസ്റ്റേക്ക് ആവില്ല. അവനാന്റെ ആവശ്യങ്ങൾ പറയാലോ. പറയും. കോൺഗ്രസ് എന്തുകൊണ്ടാണ് കോൺഗ്രസ് വേണമെന്ന് പറയണേ? ഒന്നുമല്ല, എന്റെ മനസ്സിൽ അങ്ങനെയാണ്. ഞാൻ കൊടുത്തതൊക്കെ അങ്ങനെയാണ്. ആര് ജയിക്കണമെന്നില്ല? അങ്ങനെയൊന്നുമില്ല. എല്ലാരും എന്നാലും ആര് ജയിക്കണമെന്നില്ല കാഴ്ചപ്പാട്? കാഴ്ചപ്പാടിലിപ്പോ ഞാൻ തിരിച്ചൊന്നും പറയുന്നില്ല. കോൺഗ്രസ് വരണം. കോൺഗ്രസ്. രാഹുൽ വരണം. രാഹുൽ വരണം. ഭയങ്കര വിലക്കയറ്റാണ്. സാധനങ്ങൾക്കൊക്കെ നല്ല വിലയാണ്. അപ്പൊ രാഹുൽ വരണം. രാഹുൽ വരണം. കൃഷ്ണകുമാർ എന്തുകൊണ്ടാണ് കൃഷ്ണകുമാറിന്റെ പേര് പറയുന്നത്? ഏകദേശം ഭരണത്തിനെ കുറിച്ച് നോക്കുകയാണെന്ന് വെച്ചിട്ട് ഈ മൂന്ന് ഉള്ള ഭരണത്തിനെ കുറിച്ച് നോക്കുകയാണെന്ന് കൃഷ്ണകുമാർ ജയിക്കും. ജയിക്കും. ആര്? രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? എന്തുകൊണ്ടും 15 കൊല്ലമായിട്ട് പാലക്കാടിന്റെ 10-20 കൊല്ലമായിട്ടുള്ള പാലക്കാടിന്റെ മനസ്സ് അവർ യുഡിഎഫിനൊപ്പമാണ്. അതുകൊണ്ട് രാഹുൽ ജയിക്കും. അത് കണ്ടറിയണം. കണ്ടറിയുന്ന പറയുമ്പോ മൂന്നാളും ടൈറ്റ് മത്സരം. താങ്കളുടെ അഭിപ്രായത്തിൽ ആര് ജയിക്കണം? അങ്ങനല്ല, ആള് ജയിക്കണമെന്നുണ്ടോ? അങ്ങനെ മൂന്നാളും ടൈറ്റ് മത്സരമാണ്. BJP ജയിക്കും. എന്തുകൊണ്ടാണ് BJP ജയിക്കുന്നു പറയുന്നത്? ഇവിടെ കൂടുതൽ അനുകൂലം BJPക്കാണ്. BJPക്ക് എത്ര ഭൂരിപക്ഷം ഉണ്ടാവും? ഒരു 2000 വോട്ട്. 2000. രാഹുൽ മാങ്കൂട്ടം. രാഹുൽ മാങ്കൂട്ടം എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറയുന്നത്? അവനായിരിക്കുന്നു വിചാരിക്കുന്നു. ആണോ? അവരാണോ? ഇപ്പോഴത്തെ കണ്ടീഷനിൽ കൃഷ്ണകുമാർ ജയിക്കും വിചാരിക്കുന്നു. ഇപ്പത്തെ കണ്ടീഷൻ എന്താണ്? ഇപ്പത്തെ കണ്ടീഷൻ കൃഷ്ണകുമാരാ ജയിക്കാം. BJP ആണോ? അമ്മയുടെ വോട്ട് BJPക്ക് ആണോ? രാഹുൽ മാങ്കൂട്ടം. രാഹുൽ മാങ്കൂട്ടം എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പേര്? ഇപ്പോൾ ഇത്രയും കാലമായിട്ട് ഞാൻ വികലാംഗനാണ്. എനിക്ക് പെൻഷൻ പൈസ കുറെ പെൻഡിങ് ആണ്. ഘട്ടങ്ങളായിട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് നേരവണ്ണം തന്നതിന് എനിക്ക് പണിയെടുക്കേണ്ട ഒരു കാര്യമില്ല. അപ്പൊ രാഹുൽ ജയിക്കണം. രാഹുൽ ജയിക്കും. 3 പേരും ഇപ്പൊ കട്ടയ്ക്കാണ്. പാലക്കാട് മത്സരത്തിൽ 3 പേര് കട്ടയ്ക്കാണ്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഈ അഭിപ്രായം പറയാനുള്ളൂ. 3 പേർക്ക് തുള്ളി സാധിക്കും. രാഹുലിനാണ് ചാൻസ്. രാഹുലിന് ചാൻസ്. എന്തുകൊണ്ടാണ് രാഹുലിന് ചാൻസ് എന്ന് പറയുന്നത്? ആള് നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. എല്ലാവരും നല്ല സ്ഥാനാർത്ഥികളാണ്. പക്ഷെ എന്നാൽ രാവിലെ ഒന്നുകൂടി സ്കോപ്പ്. സൂപ്പർ. 3 ആളും നല്ല ആൾക്കാരാണ്. അപ്പൊ ആര് ജയിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആര് ജയിക്കും എന്നാണ്? അത് പറയാൻ പറ്റില്ല. നിങ്ങളുടെ വോട്ട് ആർക്കായിരിക്കും? പറയാൻ പറ്റില്ല. അല്ല, 3 ആളും ഒപ്പത്തിനൊപ്പം. ആര് ജയിക്കും പറഞ്ഞാൽ ആരും ഒരാൾ ജയിക്കും. ഒരാൾ ജയിക്കും. നമുക്ക് എണ്ണിക്കഴിഞ്ഞാൽ അതിന്റെ ഇത് വന്ന കട്ടായി ആരും ഒരാൾ ജയിക്കും. ആരും ജയിക്കുന്ന നമുക്കത് പറയാൻ പറ്റില്ല. ആരും ഒരാൾ ജയിക്കും. അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും മാക്സിമം കൃഷ്ണകുമാർ എന്തുകൊണ്ടാ? BJP. എന്തുകൊണ്ടാ? എന്തുകൊണ്ട് അവര് എല്ലാം കൂടി BJP ജയിക്കും. അങ്ങനെ പ്രതീക്ഷയായിട്ടൊന്നുമില്ല. കൃഷ്ണകുമാരനും കുറെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറെ എല്ലാവർക്കും പരിചയമുള്ള മുഖങ്ങളാണ്. അതുപോലെ രാഹുൽ പറയുന്ന ആളും കുറെ കാലമായിട്ട് ഉണ്ട്. പക്ഷെ ആള് കുറച്ചും കൂടെ യങ്ങാണ്. ഇവർ രണ്ടാളിലും ആരെങ്കിലും ഒക്കെ ജയിക്കണം. നിങ്ങളുടെ കാഴ്ചപ്പാട്? അങ്ങനെ നല്ല പ്രവൃത്തി ചെയ്യണവര് ജയിക്കട്ടെ. ആര് ജയിച്ചാലും നല്ലത് മാത്രം ചെയ്യണം. രണ്ടുപേരും നല്ല ജനപിന്തുണയുള്ള ആൾക്കാരാണ്. ഇത് കാരണം കറക്റ്റ് ആയിട്ടൊന്നും പറയാം. അങ്ങനെ ചോദിച്ചാൽ ഒന്നും പറയാം. കൃഷ്ണകുമാരേട്ടൻ ജയിക്കാൻ സാധ്യത കൂടുതലാണ്. എന്തുകൊണ്ടാണ്? എല്ലാവരുമായിട്ട് നല്ല മുഖപരിചയമാണ്. ആളെ എപ്പോഴും എന്റെ ചെറുപ്പകാലം തൊട്ടേ ആളെ കണ്ടു വളരുന്നതാണ്. ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ 3 ആളും സമാസമാണ്. താങ്കളുടെ കാഴ്ചപ്പാടിൽ ആര് ജയിക്കുമെന്നാണ്? ഒരിക്കലേക്ക് പറയാൻ കഴിയില്ല. അത് നിയന്ത്രണാതീതാണ്. ചോദിച്ചാൽ 3 സ്ഥാനാർത്ഥികളുണ്ട്. ആരായിരിക്കും ഒന്നിനൊന്ന് മെച്ചം? മെച്ചം രാഹുൽ മാങ്കൂട്ടം. രാഹുൽ മാങ്കൂട്ടം. എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം മെച്ചം എന്ന് പറയുന്നത്? ആള് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്, പരിചയമുണ്ട് ആൾക്ക്. രാഹുൽ മാങ്കൂട്ടം. എന്തുകൊണ്ടാണ് രാഹുലിന്റെ പേര് പറയുന്നത്? ചെറുപ്പക്കാരൻ ഉജ്ജസലാണ്. ചെറുപ്പക്കാരൻ ഉജ്ജസലാണ്. പിന്നെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാണ്. അത് പറയാൻ പറ്റില്ല. താങ്കളുടെ കാഴ്ചപ്പാടിൽ ടൈറ്റ് ഒക്കെയാണ്. ടൈറ്റ് മത്സരമാണ്. ആര് മത്സരിക്കും? ആര് ജയിക്കും? അത് പറയാൻ പറ്റാതെ. ഞാന് BJP പ്രവർത്തകനാണ്. അപ്പൊ ഞാൻ കൃഷ്ണകുമാരനല്ലേ പറയുന്നത്. കൃഷ്ണകുമാർ ജയിക്കുമോ? ജയിക്കും. സാധ്യതയല്ല. ജയിക്കുമോ? ജയിക്കാൻ സാധ്യതയുണ്ട്. ജയിക്കുമോ? ജയിക്കും. എന്തായാലും നമ്മുടെ നേരത്തെ ഷാഫി പറമ്പിലായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം രാഹുൽ മാങ്കൂട്ടം. രാഹുൽ എന്തുകൊണ്ടാണ് രാഹുലിന്റെ പേര് പറയുന്നത്? അത് രാഹുലിന്റെ പേരുള്ളൂ. സംശയമല്ല. ഉറപ്പാണോ? തീർച്ചയായിട്ടും. ഓക്കെ. ജയിക്കാൻ കോൺഗ്രസ് സ്ഥാനത്ത് ജയിക്കാൻ സാധ്യത. എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുന്നു പറയുന്നത്? അത് ജയിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്കാണ് സപ്പോർട്ട് കൂടുതൽ. ആണ്. അതെ, ജയിക്കും. തീർച്ചയായും. ആര് ജയിക്കുന്നു ഇപ്പൊ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അഭിപ്രായത്തിൽ ആര് ജയിക്കണം? കടുത്ത മത്സരമാണ് ഇപ്പൊ പാലക്കാട് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആര് ജയിക്കണം എന്നുള്ളതാണ്. നല്ലൊരു കാൻഡിഡേറ്റ് ജയിക്കണം. അതാരായിരിക്കും? 3 പേരും മോശമില്ല. എന്നാലും അങ്ങനെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും 3 പേരും മോശമില്ല എന്ന് പറയാം. അതിൽ ഒരാൾ ഏറ്റവും നല്ലൊരാളാരാ? അല്ല,
എല്ലാവരും കഴിവുള്ള ആളാണ്. ഇതൊരു പബ്ലിക് സർവേ ആണ്, അതുകൊണ്ടായിരിക്കും എല്ലാവരും നല്ലതാണ് നിങ്ങൾ പറയുന്നത്, ആരും മോശമല്ല. പക്ഷെ ആര് ജയിക്കണം എന്നുള്ളതാണ്. ജനങ്ങൾക്ക് സപ്പോർട്ടാകുന്ന ഏതാണോ ജനങ്ങൾ തീരുമാനിക്കട്ടെ, നമ്മൾ പറയുന്നതിൽ കാര്യമില്ല. നിങ്ങളുടെ കാൽക്കുലേഷൻ ആരാണ്? അങ്ങനെയല്ല, അത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സോറി, തോറ്റു ഞങ്ങളുടെ മുന്നിൽ. ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഏകദേശം ബി ജെ പി എന്തുകൊണ്ടാണ് ബി ജെ പി ജയിക്കുന്നത്? ജയിക്കുന്ന മറ്റേ സരിൻ ഇങ്ങോട്ട് മാറിയതുകൊണ്ട് മിക്കവാറും ജയിക്കാൻ ചാൻസ് ഉണ്ട്. ബി ജെ പി കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടം എന്തുകൊണ്ടാണ്? അവരിനി നല്ല നാട്ടിനെ നല്ല ചെയ്യാന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ഓക്കെ, രാഹുലോ എന്തുകൊണ്ടാണ് രാഹുൽ ജയിക്കുന്നത്? ഷാഫി പറമ്പിൽ കുറെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ, അതുകൊണ്ട് രാഹുലിന് ജയിക്കാൻ സാധ്യത. ജയിക്കും. പാലക്കാട് കൃഷ്ണകുമാർ എന്തുകൊണ്ടാണ് ബി ജെ പി ജയിക്കുന്നു പറയുന്നത്? ബി ജെ പിക്ക് ഇത്തിരി ഹോൾഡുള്ള മണ്ഡലമാണ്, അതുകൊണ്ട് പറയാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം 2ാം സ്ഥാനമാണ്, ഇപ്രാവശ്യം ജയിക്കുന്നു വിചാരിക്കണം. രാഹുൽ എന്തുകൊണ്ടാണ് രാഹുലിന്റെ പേര്? കോൺഗ്രസിനോട് താല്പര്യം. രാഹുലെ ജയിക്കുള്ളൂ. ഞാനും കൃഷ്ണകുമാർ എന്തുകൊണ്ടാണ് കൃഷ്ണകുമാറിന്റെ പേര് പറയണേ? ഒന്നുമില്ല, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ 2ാം സ്ഥാനത്തല്ലേ. രാഹുൽ മാവട്ടത്തിലെ രാഹുലിന്റെ പേര് എന്തുകൊണ്ടാണ് പറയണേ? എന്തുകൊണ്ടാ പറയുന്നത്, അയാൾ എല്ലാവരും അറിയപ്പെടുന്ന വ്യക്തിയാണ്. പിന്നെ യൂത്തിന്റെ നല്ല ശക്തനായ ഒരു രാഹുൽ ജയിക്കും. പാലക്കാട് വാശിയേറിയ മത്സരം നടത്തുന്നു. ആയിക്കോട്ടെ, താങ്കളുടെ കാഴ്ചപ്പാടിൽ ആര് ജയിക്കാനാ സാധ്യത? സുമാർ ഒരു ഇത് പറയാൻ പറ്റുള്ളൂ. പറയാൻ പറ്റില്ല. സുമാർ ഏതോ ഈക്വലായിട്ട് എല്ലാവരും ഈക്വലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും താങ്കളുടെ കാഴ്ചപ്പാടിൽ ആര് ജയിക്കുമെന്നില്ല ജയിക്കുന്നുള്ള ഉറപ്പ് പറയാൻ പറ്റില്ല. ഞാൻ സരിൻ തന്നെ. സരി ജയിക്കും. എന്തുകൊണ്ടാ സരി ജയിക്കും? ഒരു മാറ്റം വരട്ടെ എന്ന് വെച്ചാൽ LDF ജയിക്കും. എന്താണ് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടം എന്തുകൊണ്ടാ? രാഹുൽ തന്നെ ജയിക്കുള്ളൂ. രാഹുൽ തന്നെ ജയിക്കുള്ളൂ, ഉറപ്പാണ്. അപ്പോൾ വോട്ട് இருக்கீங்க? ஓட்டு இருக்கு சார். பாலக்காட்டுல ஓட்டு இருக்கா? பாலக்காடு. சரி, என்ன யாரு இங்க வின் பண்ணிடும்? கணிப்பு தெரியல சார், நமக்கு தெரியணும், பேசணும். ജയിക്കുന്നെന്ന് തോന്നുന്നു. ആര്? രാഹുൽ ജയിക്കുന്ന അറിയില്ല, ഞാൻ പറയും. സരീന എന്തുകൊണ്ടാ സരീന്റെ പേര് പറയാൻ? ഇടതുപക്ഷക്കാരനാണോ നിങ്ങൾ? ഇടതുപക്ഷക്കാരനാണോ? ആണോ? എന്ത് പറയുമ്പോ ഒരു ചിരി. അതെ അതെ ആണോ? അപ്പൊ സരീൻ ജയിക്കണം. ഇപ്പൊ സ്ഥാനാർത്ഥി കൈചിഹ്നം രാഹുൽ മാങ്കൂട്ടത്തിനാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ടാ രാഹുലിന്റെ പേര് പറയണേ? അല്ല, ഇപ്പൊ മെജോറിറ്റി അയാൾക്കാണ്. മെജോറിറ്റി ആൾക്കാണോ? കൃഷ്ണകുമാർ വരുന്ന പ്രതീക്ഷ. കൃഷ്ണകുമാർ BJP ജയിക്കണം അല്ലേ? അതെ, അതുകൊണ്ടാ പ്രതീക്ഷ. ഓക്കെ, ജയിക്കുന്നപ്പോ എന്തായാലും മാങ്കൂട്ടം തന്നെ ആയിരിക്കും. മാങ്കൂട്ടം എന്തുകൊണ്ടാ മാങ്കൂട്ടം ജയിക്കുന്നു പറയണേ? അത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ഷാഫിയാണ്. രാഹുൽ മാങ്കൂട്ടം എന്നുള്ളതിന് മാങ്കൂട്ടം എന്ന് പേരിട്ടോ? അത് നമ്മൾ ചുരുക്കി പറഞ്ഞേ ഉള്ളൂ. ഇവിടെ BJP വരാൻ സാധ്യത. ഇപ്പൊ ത്രികോണ മത്സരം ഉണ്ടെന്നാൽ മതി. കൃഷ്ണകുമാർ വരും. BJP വരണം. ഒരു മാറ്റം അനിവാര്യമല്ലേ? അനിവാര്യമാണോ? അതെ ആണോ? അതെ. രാഹുൽ മാങ്കൂട്ടം എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറയണേ? UDF മുൻതൂക്കമുണ്ട്. ഷാഫി പറമ്പലിന്റെ പ്രവർത്തനം ആണോ? കൃഷ്ണകുമാറിനെ ജയിക്കൂ. ആണ് BJP കൃഷ്ണകുമാർ ജയിക്കും, ഉറപ്പാണ്. പിന്നെ അറിയില്ല, എന്തുകൊണ്ടാ അറിയാത്തെ? അറിയില്ല, അതാണ്. എന്തുകൊണ്ടാ? നിങ്ങൾ ഇവിടുത്തെ വോട്ടുകാരനല്ലേ? പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ പറയാൻ പറ്റാത്തെ? പ്രവചനാതീതം. ഓക്കെ, രാഹുൽ മാങ്കൂട്ടം എന്തുകൊണ്ടാ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറയണേ? കൂടുതൽ അതായിരിക്കും. പക്ഷെ നല്ലത് രാഹുൽ മാങ്കൂട്ടാണോ? ആയിരിക്കും. ആര് ജയിക്കും എന്നുള്ളതാണ്. 3 സ്ഥാനാർത്ഥികളുണ്ട്, ആര് ജയിക്കും എന്നുള്ളതാണ്. നമ്മുടെ ആഗ്രഹപ്രകാരം മറ്റേ UDF ജയിക്കണം എന്നുള്ള. ആര്? രാഹുൽ മാങ്കൂട്ടം. UDF നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ. ആര് ജയിക്കണം താങ്കളുടെ കാഴ്ച? ജയിക്കവർ സരിൻ വരും. ഇടതുപക്ഷം വരണം, ഉറപ്പാണ്. മാങ്കൂട്ടത്തിൽ ജയിക്കണം. മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ടാ മാങ്കൂട്ടത്തിൽ ജയിക്കണം എന്ന് പറയണേ? വികസനം കൊണ്ടുവരും. വികസനം കൊണ്ടുവരും, ഉറപ്പാണ്. 3 സ്ഥാനാർത്ഥികളുണ്ട് ഇവിടെ അല്ലേ? എനിക്കറിയില്ല, അവരൊന്നും എനിക്ക് ആരും അറിയില്ല. ആരും അറിയില്ല. എന്റെ കുടുംബം എനിക്കറിയില്ല. ആണോ? അവരാര് ജയിക്കുന്ന? ആ ജയിച്ചും കുഴപ്പമില്ല. എന്റെ കുടുംബത്തിന് കാര്യം നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും? അത് എന്റെ ഇഷ്ടം, എന്റെ വ്യത്യസ്തമാണ്. അത് ഒരാൾ പറഞ്ഞ വോട്ട് ചെയ്യും, അത് ഉറപ്പാണ്. നിങ്ങൾക്ക് ഇത്രയും ജലി കൊല്ലം ചെയ്യും. ഇത്രയും ഈ കൊല്ലം ചെയ്യും. എത്ര? അപ്പോ ആർക്ക് ചെയ്യും? എനിക്ക് 43 ആർക്ക് ചെയ്താൻ തീരുമാനിച്ചിട്ടില്ല. ആർക്ക് ചെയ്യും? ഒരാൾക്ക് ചെയ്യും, ഉറപ്പാണ്. നിങ്ങളുടെ വോട്ട് സസ്പെൻസ് ആണ്. അത് എന്റെ മനസ്സിലുള്ള കാര്യമാണ്. ഓക്കെ, നമ്മള് LDF ആളാണ്. ആരെയും ജയിക്കണം എന്നാണ്. സരി ജയിക്കും. ജയിക്കും, ഉറപ്പ്. മാങ്കൂട്ടം ജയിക്കും. മാങ്കൂട്ടം എന്തുകൊണ്ടാ മാങ്കൂട്ടം ജയിക്കും പറയണേ? മാങ്കൂട്ടം ഷാഫി പറമ്പിൽ ചെയ്തതുപോലെ മാങ്കൂട്ടം അതുപോലെ ചെയ്യും. ആ ഒരു ഉറപ്പിൽ മാങ്കൂട്ടം ജയിക്കും. ആര് ജയിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ കോൺഗ്രസ് വരുന്നാണ് പറയുന്നത്. മാങ്കൂട്ടം എന്തുകൊണ്ടാ? അതെന്തുകൊണ്ട് പറഞ്ഞാ ഇപ്പത്തെ ലെവൽ നോക്കുമ്പോ ഇവരിന്റെ മാർക്സിസ്റ്റ് പാർട്ടിന്റെ കാര്യമൊക്കെ ഓരോ ടൈപ്പാണ്. മാങ്കൂട്ടം വരണം എന്നാണ്. ജയിക്കുന്ന UDF-നാണ് ചാൻസ്. എന്തുകൊണ്ടാ UDF-ന് ചാൻസ്? അത് കുറച്ചുകൂടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. കുറച്ച് നല്ല കാര്യം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വല്ല നല്ല കാര്യം കിട്ടിയിട്ടോ? ഉണ്ടല്ലോ. ഉണ്ട്. ഓക്കെ, ആര് ജയിക്കുന്ന? സരിൻ ജയിക്കും. സരീൻ എന്തുകൊണ്ടാ സരീന്റെ പേര് പറയണേ?
എനിക്കറിയില്ല അത് ജയിക്കും. കൂടുതലും രാഹുൽ മാങ്കൂട്ടാണ് ജയിക്കാൻ സാധ്യതയുള്ളത്. ആണോ? രാഹുല ജയിക്കുള്ളൂ? അതെ, അതെ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? എന്തുകൊണ്ട് അതാണ് ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ അങ്ങനെയാണ്. രാഹുല ജയിക്കുള്ളൂ? ഉറപ്പായിട്ടും. ഓക്കെ. ആര് ജയിക്കുന്ന പറഞ്ഞാൽ മതേതര സ്ഥാനാർത്ഥി ജയിക്കണം. ആര്? രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കണം വിചാരിക്കണം. എന്തുകൊണ്ടാ? അതായത് ഇപ്പൊ സാധ്യത കൂടുതലും മതേതര സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനാണ്. ഉറപ്പാണ്. ഇടതുപക്ഷത്തിനോട് ചായവുള്ള ആളാണ്. സ്വാഭാവികമായിട്ട് മനസ്സിലാവുമല്ലോ ആൻസർ. സരിൻ ജയിക്കണം, അതാണ് ആഗ്രഹം. സരിൻ ജയിക്കുവാ? കണ്ടറിയണം. സാധ്യത ഉണ്ടോ? ചാൻസ് ഇപ്രാവശ്യം ഉണ്ട്. രാഹുൽ മാങ്കൂട്ടം തന്നെ. രാഹുൽ മാങ്കൂട്ടം. എന്തുകൊണ്ടാ രാഹുൽ മാങ്കൂട്ടം പറയണേ? പൊതുവെ അയാൾ സ്ഥാനാർത്ഥി പുതിയൊരാള് ആണോ? ജയിക്കുന്ന പറയണേ? ജയിക്കാൻ സാധ്യതയുണ്ട്. ആര് ജയിച്ചാലും നല്ലത്. എന്നാലും താങ്കളുടെ കാഴ്ചപ്പാടിൽ ആര് ജയിക്കും? നല്ലവർ ജയിക്കട്ടെ. നല്ലവർ ജയിക്കും. അതല്ലേ താങ്കളുടെ കാഴ്ചപ്പാടിൽ ആര് ജയിക്കുന്ന ഉദ്ദേശം? നമ്മള് വോട്ട് രഹസ്യമായിട്ടല്ലേ ചെയ്യണത്. തീർച്ചയായും. നിങ്ങൾ പരസ്യമായിട്ട് ആര് ജയിക്കും ചോദിച്ചാലോ? ഒരു സർവേയുടെ ഭാഗമായിട്ടോ? അല്ല, അതൊക്കെ നിങ്ങളുടെ കാര്യം. അപ്പൊ നിങ്ങളെ വോട്ട് പറയാനല്ലേ, നിങ്ങൾ ആര് ജയിക്കും പറയാൻ താല്പര്യമില്ല? വോട്ട് ഓപ്പൺ ആക്കുന്ന ദിവസം പറയാം. ഇല്ല, അപ്പൊ പറയാം. അപ്പൊ കൺഫ്യൂഷൻ ആണ്. കൺഫ്യൂഷൻ അല്ല, എനിക്ക് തീരുമാനമൊക്കെ ഇട്ട്. അപ്പൊ ആർക്കാന്ന് പറയുന്നില്ല. പറയില്ല. ഓക്കെ. കൃഷ്ണകുമാർ BJP സ്ഥാനാർത്ഥി. എന്തുകൊണ്ടാ? ഭൂരിപക്ഷം അയാൾക്കായതുകൊണ്ട് ആയിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കാൻ സാധ്യത ഉള്ളത്. എന്തുകൊണ്ടാ രാഹുലിന്റെ പേര് പറയുന്നത്? അല്ല, പൊളിറ്റിക്കൽ വേറെ ഒന്നുകൊണ്ടല്ല. പൊളിറ്റിക്കൽ സെറ്റപ്പ് അവർക്കൊരു ഇതിന് സപ്പോർട്ടാണോ? സപ്പോർട്ടേഴ്സ് അല്ല, സപ്പോർട്ടല്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ടാ ജയിക്കും പറയുന്നത്? അറ്റ്മോസ്ഫിയർ അങ്ങനെ തോന്നതേ. ഓക്കെ. അത് പ്രവചിക്കാൻ ഞാൻ ഇടതുപക്ഷത്തിന്റെ ആളായതുകൊണ്ടേ. ഇടതുപക്ഷത്തിന്റെ ആളാകുമ്പോ സരിൻ ജയിക്കും. ഉറപ്പാണോ? ജയിക്കണം. അത് നമ്മൾക്ക് പറയാൻ പറ്റില്ല. പറഞ്ഞ അങ്ങനെ പോയി എല്ലാം പോയി അല്ലേ? സസ്പെൻഡ് ആയി കിടക്കണം. ഞാനിവിടെ കോൺഗ്രസ് വരുന്നു വിചാരിക്കണം. എന്തുകൊണ്ടാ കോൺഗ്രസ് വരുന്നു വിചാരിക്കണേ? എന്താ, നേരത്തെ ഒരു ജയിച്ച മണ്ഡലമാണ്, അവരുടെ കയ്യിലുള്ള മണ്ഡലമാണ്. അതുകൊണ്ട് ജയിക്കുന്ന പറയണേ. ജയിക്കാൻ ചാൻസ് കൂടുതലാണ്. ഞങ്ങള് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ആണ്. എന്തുകൊണ്ടാ കോൺഗ്രസിന് വോട്ട് ചെയ്യണേ? ഞങ്ങള് വർഷക്കണക്കായി കുറേയായി കോൺഗ്രസിനെ വോട്ട് ചെയ്യുള്ളൂ. മാങ്കൂട്ടത്തിനാണ് പ്രതീക്ഷ. മാങ്കൂട്ടം. എന്തുകൊണ്ടാ മാങ്കൂട്ടത്തിന്റെ പേര് പറയണേ? ഷാഫി പറമ്പിന്റെ ബാക്കിൽ വരുന്ന ആളുടെ. അതുകൊണ്ട് മാങ്കൂട്ടം ജയിക്കും. മാങ്കൂട്ടം ജയിക്കാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ. ഷാഫിന്റെ വികസനത്തിന് തുടർച്ച വരണം. മാങ്കൂട്ടം ജയിക്കും. മെഡിക്കൽ കോളേജ്, KSRTC, അതിലൊക്കെ കുറച്ചും കൂടി വികസനം വരണം. രാഹുൽ മാങ്കൂട്ടം. എന്തുകൊണ്ടാ രാഹുലിന്റെ പേര് പറയണേ? കാരണം UDF 3 സമയങ്ങളായിട്ട് ഇപ്പൊ ഉണ്ടല്ലോ, അവിടെ ജയിച്ചു നിൽക്കുന്ന സമയമാണല്ലോ. ജയിക്കും, ഷുവറാണ്. ഓക്കെ. രാഹുൽ ഇവിടെ രാഹുൽ ഉറപ്പാണോ? എന്തുകൊണ്ടാ രാഹുൽ ജയിക്കുന്നു പറയണേ? ഇപ്പൊ യങ്സ്റ്റേഴ്സിൽ നിൽക്കുന്നതല്ലേ. ആണ്. ജയിക്കും. പിന്നെ ഉറപ്പ്. രാഹുൽ. എന്തുകൊണ്ടാ രാഹുലിന്റെ പേര് പറഞ്ഞത്? രാഹുലിന് ചാൻസ് ഉണ്ട് തോന്നുന്നു. ആണോ? രാഹുലാണോ ജയിക്കാം? ചാൻസ് ഉണ്ട് തോന്നുന്നു. മൂപ്പർ തന്നെ ജയിക്കുള്ളൂ. രാഹുൽ തന്നെ ജയിക്കുള്ളൂ. രാഹുൽ തന്നെ ജയിക്കും. ഉറപ്പാണ്. 100%. ആണോ? കൗമാരം. 100% ഉറപ്പാണ്. ജയിക്കേണ്ട സ്ഥാനാർത്ഥി സരിനാണ്. നല്ല സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ജയിക്കണം. സരിൻ തന്നെ ജയിക്കണം. പാലക്കാട്ടുകാർക്ക് കിട്ടിയ ഒരു സൗഭാഗ്യമാണ് സരിൻ. ജയിക്കും. ഉറപ്പ്. ഇപ്രാവശ്യം മാങ്കൂട്ടം. എന്തുകൊണ്ടാ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞത്? പാലക്കാട് സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു നല്ലൊരു അഭിപ്രായം ഉണ്ട്. ആണോ? ജയിക്കുന്ന പറഞ്ഞാൽ കോൺഗ്രസ് ജയിക്കുന്നു പറയുന്നു. കോൺഗ്രസോ? എന്തുകൊണ്ടാ കോൺഗ്രസ് ജയിക്കുന്നു പറയുന്നത്? അപ്പൊ അങ്ങനെ പ്രചാരണം അങ്ങനെ കാണുന്നത് ആണ്. താങ്കളുടെ അഭിപ്രായം കോൺഗ്രസ് ജയിക്കുന്നതാണ് വിശ്വാസം. സെറിൻ ജയിക്കട്ടെ. എന്തുകൊണ്ടാ സെറിൻ ജയിക്കട്ടെ? 2-3 പ്രാവശ്യം ആള് നിന്നല്ലേ സാഫി നിന്നിട്ട് ഇപ്പൊ ഇവിടുന്ന് ചതിച്ചിട്ട് പോയതല്ലേ. ഇവിടുന്ന് പോകാൻ പാടില്ല. സെറിൻ ജയിക്കട്ടെ. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുന്നതാണ്. എന്തുകൊണ്ടാ രാഹുൽ മാങ്കൂട്ടം ജയിക്കും? അല്ല, പുതിയതൊരു ചെറിയൊരു ചെക്കനാണ്. ഷാപ്പിനെ തുറച്ചു വെച്ച ഒരു വികസനങ്ങളൊക്കെ മൂപ്പര് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഉറപ്പാണ്. ജയിക്കുന്നുള്ളത് ആർക്കും കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിലും അധികം BJPക്ക് ഹോൾഡ്. BJPക്ക് എന്തുകൊണ്ടാ ഹോൾഡ് എന്ന് പറയുന്നത്? ഹോൾഡ് പറഞ്ഞാൽ പൊതുവെ അയാള് സാമൂഹ്യ പ്രവർത്തനത്തിൽ നല്ലൊരു പങ്ക് കാഴ്ചവെക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടം ജയിക്കും. എന്തുകൊണ്ടാ രാഹുലിന്റെ പേര് പറയണേ? രാഹുലിന്റെ പേര് പറയുന്നത് നല്ലൊരു വ്യക്തിയല്ലേ. ആണോ? BJP ജയിക്കുന്നു. BJP. എന്തുകൊണ്ടാ BJP ജയിക്കണം പറയണേ? അവര് നല്ല കാഴ്ച വയ്ക്കും. നല്ല കാഴ്ചപ്പാടാണല്ലേ. നമുക്ക് രാഹുൽ മാങ്കൂട്ടം. എന്തുകൊണ്ടാ? കൂടുതൽ അതാണ് വരാൻ സാധ്യത. അത് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ പറയാൻ പറ്റാത്തത്? അത് 3 ഒപ്പത്തിന് നിൽക്കുന്നുണ്ട്. ആരാന്നറിയാം. നിങ്ങൾ ആർക്കാ വോട്ട് ചെയ്യാ? ഞങ്ങള് പറയില്ല. ഇവിടെ സരീന്. എന്തുകൊണ്ടാ സരീന്റെ പേര് പറയണേ? നമ്മൾ LDF കക്ഷി ആയതുകൊണ്ട്. LDF ആയതുകൊണ്ട് സരീൻ ജയിക്കണം. ഉറപ്പാണ് ജയിക്കണം. ഭൂരിപക്ഷം നമുക്ക് നമുക്ക് ജയിച്ചു കിട്ടിയാൽ മതി. കേറി കിട്ടിയാൽ മതി. ഓക്കെ. രാഹുലിന്റെ പേര് എന്തുകൊണ്ടാ പറയണേ? രാവിലെ ജയിക്കുള്ളൂ. ഓക്കെ. രാഹുൽ തന്നെ ജയിക്കാൻ പറ്റും. എന്തുകൊണ്ടാ അങ്ങനെ പറയണേ? രാഹുലിന് ഇവിടെ ഒരു ഇതുണ്ട്, എന്താണ് മറ്റുള്ളവരിനെക്കാളും
ഒരു ജനസമ്മതിയുള്ള ഒരാളാണ്. BJP ജയിക്കട്ടെ. എന്തുകൊണ്ടാ BJP ജയിക്കട്ടെ എന്ന് പറയുന്നത്? അത് കേന്ദ്രം ഭരിക്കുന്നത് കാരണം BJP ജയിക്കട്ടെ. ജയിക്കട്ടെ. വല്ലതും നമ്മൾക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടണമെങ്കിൽ BJP ജയിക്കണം. അല്ലാണ്ട് ഇവിടുന്ന് CPM ജയിച്ചാൽ ഇവിടെ നിന്ന് ഒന്നും കിട്ടില്ല. BJP ജയിക്കണം. ഓക്കെ. വോട്ട് കിട്ടും അത് ജയിക്കും. ആർക്ക് വോട്ട് കിട്ടണോ അവർ ജയിക്കുമോ? നിങ്ങളെ അഭിപ്രായത്തിൽ ആരാ ജയിക്കണ്ടേ? ആ ജയിച്ചാലും വേണ്ട കുഴപ്പമില്ല. നിങ്ങൾ ആരാ ജയിക്കണ്ടേ? നമുക്ക് ആ ജയിച്ചാൽ കുഴപ്പമില്ല. ആര് ജയിച്ചാലും കുഴപ്പമില്ല. രാഹുല. എന്തുകൊണ്ടാ രാഹുലിന്റെ പേര് പറയണേ? അയ്യോ എനിക്കൊന്നും പറയാൻ കിട്ടില്ല. ഓക്കെ. 3 സ്ഥാനാർത്ഥികളിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ജയിക്കാനാണ് സാധ്യത. അങ്ങനെ പറയണേ? മതേതരത്വം ആൾക്കാർ ഇഷ്ടപ്പെടുന്നു. ആണ്. ഓക്കെ. ആര് ജയിക്കുമെന്നില്ല? രാഹുൽ. എന്തുകൊണ്ടാ രാഹുൽ ജയിക്കുന്നു? ഷാഫിന്റെ ഒക്കെ മെയിൻ ആളായതുകൊണ്ട് ഷാഫി ചെയ്ത പോലെ തന്നെ ചെയ്യുന്നില്ല ഒരു വിശ്വാസം ഉണ്ട്. ആണ്. ജയിക്കും. ഷുവർ. അല്ല ആര് ജയിക്കുന്ന ചോദിക്കും? ആരെങ്കിലും ഒരാൾ വരും. ആര് ജയിക്കുന്ന ഞാൻ ചോദിക്കുന്നത്? അത് ഉറപ്പാണ്. ആരെങ്കിലും ഒരാൾ വരും. ഒരാൾ വരാണ്ടിരിക്കില്ല. ആര് ജയിക്കും? കൺഫ്യൂഷൻ. മാങ്കൂട്ടം. എന്തുകൊണ്ടാ മാങ്കൂട്ടത്തിന്റെ പേര് പറയുന്നത്? അങ്ങനെയല്ല, ഷാഫി പറമ്പലിന്റെ പിന്തല മാങ്കൂട്ടം ജയിക്കുന്ന പറയുന്നത്. ജയിക്കും. ഒരാൾ ജയിക്കും. എനിക്കറിയാം. ആര് ജയിക്കും? ഞങ്ങളുടെ അതിന് ഉറപ്പ് വരാൻ പറ്റില്ലല്ലോ. ഉറപ്പ് പറയാൻ പറ്റില്ല. രാഹുൽ ജയിക്കും. നിഷ്പ്രയാസം പറയാൻ സുഖമായിട്ട് ജയിക്കും. കാര്യം മറ്റുള്ളവരൊന്നും ഇവിടെ ഒരു ഓപ്പോസിഷനായിട്ട് കാണുന്നില്ല. ആര് സുഖമായിട്ട് ജയിക്കുന്നത്? രാഹുൽ ജയിക്കും. ഉറപ്പാണ്. ഉറപ്പ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത് ജയിക്കും. അതാണ് സാധ്യത. അങ്ങനെയാണോ? അതാണ് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആര് ജയിക്കും? ഒന്നും പറയാൻ പറ്റാത്ത എന്താണ് താങ്കളുടെ കാഴ്ചപ്പാട്? ഒന്നും പറയാൻ പറ്റില്ല. ആളാണ്. ഞാൻ രാഷ്ട്രീയത്തിൽ അത്ര സരൺ ജയിക്കുന്ന. എന്തുകൊണ്ടാ സരൺ ജയിക്കുന്നു പറയുന്നത്? ഒരു പാലക്കാട് മണ്ഡലത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം എന്നുള്ളതാണ് ജനങ്ങളുടെ ആഗ്രഹം. രാഹുൽ മാങ്കൂട്ടം ജയിക്കുന്ന പറയുന്നത്. അതെ. എന്തുകൊണ്ടാണ്? അവരാണ് ഫസ്റ്റ് കാണാം. രാഹുൽ മാങ്കൂട്ടം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെയാണത്. അങ്ങനെയാണ്. കൃഷ്ണകുമാറിന്റെ സാധ്യത. കൃഷ്ണകുമാർ. എന്തുകൊണ്ടാ? ചെറിയ ചാൻസ് ഉണ്ട്. കൃഷ്ണകുമാർ തന്നെ. പാലക്കാട് കൃഷ്ണകുമാർ. ഉറപ്പാണോ? ഉറപ്പാണ്. പാലക്കാട്ടുകാരനല്ലേ. എന്തുകൊണ്ടാ? പാലക്കാട്ടുകാരായതുകൊണ്ട്. അതെ. ഓക്കെ. കൃഷ്ണകുമാർ ജയിക്കുള്ളൂ. ആണ്. അതെ. ഉറപ്പാണ്. പോയ പ്രാവശ്യം 2ാം സ്ഥാനമല്ലേ? ഇപ്രാവശ്യം കമ്മ്യൂണിസ്റ്റിന്റെ ചിഹ്നമില്ലല്ലോ. ചിഹ്നമില്ലാണ്ട് സൈഡിൽ നിൽക്കണം. അപ്പൊ അവിടെ കൃഷ്ണകുമാർ ജയിക്കും. ആര് ജയിക്കും പറഞ്ഞ പാലക്കാട് ഇപ്പൊ ഷാരീനാണ് ഇപ്പൊ മുൻഗണന. ശരി. ഉറപ്പാണ്. ശരി ജയിക്കും. എന്തുകൊണ്ടാ ജയിക്കും? ജയിക്കുന്ന നല്ലൊരു വ്യക്തിയായതുകൊണ്ട്. നല്ല വ്യക്തിയായി ജയിക്കും. BJP നല്ലൊരു ചാൻസ്. BJP നല്ല ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണം? പൊതുവെ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന കേന്ദ്രത്ത് മോദിയല്ലേ ഭരിക്കണം. അതെ. അപ്പൊ നല്ലൊരു വികസനം വേണ്ടേ? ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് കുറച്ചുകൂടെ പ്രയോറിറ്റി കാണുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ആളുകളുടെ സപ്പോർട്ട് ഇപ്പൊ ആ രീതിയിലാണ് മാങ്കൂട്ടത്തിലാണോ? രാഹുൽ മാങ്കൂട്ടത്തിന്. എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറയണേ? അങ്ങനെയാണ് തോന്നുന്നത്. കാരണം ഇവിടെ കുറച്ച് പേരുള്ളത് പുള്ളിക്കാണ്. അങ്ങനെ ഒരു പേരുള്ളത് പുള്ളിക്കാണ്. കൃഷ്ണകുമാർ ജയിക്കും. എന്തുകൊണ്ടാണ് കൃഷ്ണകുമാർ ജയിക്കുന്നത്? പാലക്കാടിൽ അതാണ് അധികം. പാലക്കാടിൽ അതാ BJP ആണ് അധികം. BJP. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കും. എന്തുകൊണ്ടാണ് രാഹുലിന്റെ പേര് പറയണം? അത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് ആയതുകൊണ്ട്. ആണോ? അതെ. ജയിക്കും പറയണേ? ജയിക്കും. ഉറപ്പാണ്. ഉറപ്പ്. എത്ര ഭൂരിപക്ഷം? 8,000. ഉറപ്പാണ്. ഉറപ്പ്. BJP. ചേച്ചിയുടെ വോട്ട് BJP-ക്കാണോ? BJP. കൃഷ്ണകുമാരേ ജയിക്കുള്ളൂ. ഉറപ്പാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? BJP ആണ് വേണ്ടത്. ആണ്. രാഹുൽ മാങ്കൂട്ടം. എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറയണേ? രാഹുൽ മാങ്കൂട്ടത്തിനോട് ചാൻസ്. ഉറപ്പാണ്. അവർ ജയിക്കുള്ളൂ. അതെ. എല്ലാവർക്കും ഉപകാരം ചെയ്തു തരുന്ന ആൾക്കാർ ജയിക്കും. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഉപകാരം ചെയ്യുന്ന ആളാരാ? അറിയില്ല കേട്ടോ, സോറി. രാഹുൽ ജയിക്കുന്നു വിചാരിക്കണം. എന്തുകൊണ്ടാ രാഹുൽ ജയിക്കുന്നു പറയണേ? എന്തുകൊണ്ടാണ് ചോദിച്ചാ അങ്ങനെയാണ്. ഓക്കെ. രാഹുലിന് വകുപ്പുണ്ട്. എന്തുകൊണ്ടാണ് രാഹുലിന്റെ വകുപ്പുണ്ട് പറയണേ? മുഴുവൻ സ്ത്രീ കൊണ്ട് ഭരിക്കണം. ഷാഫി പറമ്പ് ജയിച്ചു. സ്കോപ്പ്. രാഹുൽ മാങ്കൂട്ടം. എന്തുകൊണ്ടാ രാഹുൽ മാങ്കൂട്ടം എന്തുകൊണ്ട് ജയിക്കുന്നത് നിങ്ങൾക്കറിയില്ലേ? ഏറ്റവും ഇവിടുത്തെ നല്ലൊരു കാൻഡിഡേറ്റ് ആണ് രാഹുൽ മാങ്കൂട്ടം. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തില് എന്താ സംശയമുള്ളത്? അങ്ങനെ പറയുന്നത്? ആ ഒരു നല്ലൊരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തി പുള്ളി. പിന്നെ പുള്ളീനെ ഇപ്പോഴത്തെ സാഹചര്യത്തില് പുള്ളീനെ അറിയാത്ത ആരാ ഉള്ളത്? ഡോക്ടർ സരീൻ. എന്തുകൊണ്ടാണ് പറഞ്ഞാൽ അവിടുത്തെ മുനിസിപ്പാലിറ്റിന്റെയും ഇവിടെ MP MLA ഭരിച്ചിട്ട് ഇവിടെ ഭൂരിപക്ഷത്തിലും ഒരു വികസനമില്ലാതെ ഡോക്ടർ സരൺ ജയിക്കും. നമ്മൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറയുന്നത്? ഷാഫി പറമ്പിൽ എങ്ങനെയുണ്ടായിരുന്നു? ഷാഫി ഉച്ചരനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. രാഹുൽ വരണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അതെ. ഓക്കെ.
മാങ്കൂട്ടം വരണം എന്നുള്ളത് തന്നെയാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇപ്പോഴത്തെ ഭരണം എന്താ കുഴപ്പം? ഭരണത്തിന് വളരെയധികം കുഴപ്പങ്ങളുണ്ട്, ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. ഇപ്പൊ രാഹുൽ വരണം എന്നുള്ള തന്നെ ഒരു അഭിപ്രായമുള്ളത്. ഭരണം ആര് വരും എന്നുള്ളത് കണ്ടെന്നെ അറിയണം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആര് വേണം? അഭിപ്രായത്തില് ആര് വന്നാലും ചെയ്യുന്നത് പാലക്കാടിനാണല്ലോ. അതെ, ഒരു 1.5 വർഷത്തെ. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ആര് വരണം എന്നുള്ളതാണ്. ജനത്തിന് ഇഷ്ടമുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതെ, നിങ്ങളുടെ അഭിപ്രായത്തിൽ ആര് വരണം എന്നുള്ളതാണ്. നമ്മള് ഒരു പർട്ടിക്കുലർ ആളെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രാഹുലോ ഈ പറഞ്ഞ സരിനോ ഇവിടെ വന്ന് നല്ല ആള് വരണം അല്ലേ? നല്ല ആള് വരണം. ഓക്കെ ഓക്കെ. കോൺഗ്രസ് ജയിച്ചാൽ കുഴപ്പമില്ല. കോൺഗ്രസ് ജയിച്ചാൽ കുഴപ്പമില്ല. എന്തുകൊണ്ടാ കുഴപ്പമില്ല പറയുന്നത്? ഇപ്പൊ കുഴപ്പമില്ല, അവര് വന്നാൽ മതി. അവര് വന്നാൽ മതി. കോൺഗ്രസ് ജയിക്കട്ടെ. കോൺഗ്രസ് ജയിക്കട്ടെ. എന്തുകൊണ്ടാ കോൺഗ്രസ് ജയിക്കട്ടെ പറയണേ? നമുക്ക് കാര്യങ്ങളൊക്കെ നല്ലപോലെ നടന്നു പോകുന്നുണ്ടല്ലോ. കോൺഗ്രസ് ജയിക്കണം എന്ന് പറയണേ. എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ജയിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സരിൻ ജയിക്കണം. സരിൻ അല്ലേ? ജയിക്കുവോ? ജയിക്കും വിചാരിക്കണം. ജയിക്കും വിചാരിക്കും അല്ലേ? ബിജെപി ആണ് ചാൻസ് തോന്നുന്നത്. അല്ല, താങ്കളുടെ അഭിപ്രായത്തിൽ വന്നാൽ കൊള്ളാറുണ്ട്. ബിജെപി കൃഷ്ണകുമാർ വരും. കൃഷ്ണകുമാർ വരണം കൊള്ളാറുണ്ട്. കൊള്ളാറുണ്ട്. വരും. ഇവിടെ പാലക്കാട് കോൺഗ്രസിന് തന്നെയാണ് സാധ്യത. കോൺഗ്രസിന് സാധ്യത. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? ആണ് രാഹുൽ മാങ്കൂട്ടം. എന്തുകൊണ്ടാ രാഹുലിന്റെ പേര് പറയുന്നത്? രാഹുൽ നല്ലൊരു നേതാവാണ്. നല്ല നേതാവാണ് രാഹുൽ മാങ്കൂട്ടം. എന്തുകൊണ്ടാ രാഹുലിന്റെ പേര് പറയാൻ കാരണം? അദ്ദേഹം നല്ലൊരു നേതാവാണ്. നല്ല നേതാവാണ്. മറ്റുള്ള സ്ഥാനാർത്ഥികളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മറ്റുള്ളവരും കുഴപ്പമില്ല, നല്ലവരാണ്. പക്ഷെ രാഹുൽ ജയിക്കണം. രാഹുലാണ് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി. 3 സ്ഥാനാർത്ഥിമാരെ നോക്കുമ്പോൾ യുവ ആളുകൾക്കിടയിൽ അത്രയും സ്വാധീനമുള്ളത് രാഹുലിനാണെന്ന് തോന്നുന്നു. രാഹുൽ തന്നെ ജയിക്കും. കാഴ്ചപ്പാട് പറഞ്ഞ ഷാഫി പറമ്പലിലെ പിൻഗാമിയായിട്ട് ഷാഫി പറമ്പൽ വികസനങ്ങൾ ചെയ്തിട്ടുള്ളതാണ് മൊത്തത്തിലുള്ള അഭിപ്രായം. പാലക്കാട് മാറ്റിയിട്ടുണ്ടോ? ഉണ്ട്. നല്ല വികസന പ്രവർത്തനം നടത്തി. അപ്പൊ രാഹുൽ തന്നെ ജയിക്കും ഉറപ്പ്. രാഹുൽ മാങ്കൂട്ടം. വേറെ ആരാ? എന്തുകൊണ്ട് വേറെ ആരാ ചോദിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടം അതുപോലെ ഒരു വ്യക്തിത്വമാണ്. നമ്മൾ തന്നെ കുറെ പേരെടുത്ത് സംസാരിച്ചപ്പോഴും ഉള്ളതും പിന്നെ പുള്ളിക്കാരന്റെ ആ ഒരു വ്യക്തിത്വം ഇപ്പം ഓപ്പോസിറ്റ് മത്സരിക്കുന്ന വ്യക്തികളുടെ നിലപാടിനെയും അനുസരിച്ച് നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒറ്റ നിലപാടേ ഉള്ളൂ. കഴിഞ്ഞ ഷാഫിക്ക് ഇവിടെ നിന്ന സമയത്ത് ഉണ്ടായ വികസനങ്ങളും അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഈ മണ്ഡലത്തിൽ ഒരുപാട് കാണുന്ന ഒരു കാര്യമാണ്. അപ്പം തുടർന്നും അദ്ദേഹത്തിന്റെ പിൻഗാമി എന്നുള്ള രീതിയിൽ തന്നെ അതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തന്നെ രാഹുൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. സരിനായിരിക്കും. ഡോക്ടർ സരിൻ. എന്തുകൊണ്ടാ സരിന്റെ പേര് പറയണേ? അതാണ് സരിനെ ജയിക്കാം. രാഹുൽ. എന്തുകൊണ്ടാണ് രാഹുലിന്റെ പേര് പറയുന്നത്? ഇവിടെ ഈ പാലക്കാട് കൂടുതൽ നിൽക്കുന്നത് കോൺഗ്രസിനാണ് ഭൂരിപക്ഷം കൂടുതൽ നിൽക്കാറ് പൊതുവെ. രാഹുൽ മാങ്കൂട്ടം തന്നെ ജയിക്കും. എന്തുകൊണ്ടാണ് രാഹുലിന്റെ പേര് പറയുന്നത്? രാഹുലാണ് ഇവിടെ വരേണ്ടത് പാലക്കാട്. എന്തുകൊണ്ടാണ് വരേണ്ടത് എന്ന് പറയുന്നത്? വരേണ്ടതെന്ന് പറഞ്ഞാൽ അതായത് സരിൻ കൂറുമാറിയതാണ് ഒന്ന്. പിന്നെ കൃഷ്ണകുമാർ ഒന്നും ജയിക്കാൻ പോകുന്നില്ല, കാരണം വർഗീയ പാർട്ടിയാണ്. UDF ചാൻസ് കാണുന്നത്. എന്തുകൊണ്ടാ ചാൻസ് കാണണമെന്ന് പറയുന്നത്? ചാൻസ് കാണുന്ന അവന്റെ പ്രവർത്തനത്തിന്റെ ഫലവും ഇന്നുവരെ ഇവിടെ ഗവൺമെന്റിന്റെ പ്രവർത്തനം. രാഹുൽ രാഹുല്. എന്തുകൊണ്ടാ രാഹുലിന്റെ പേര് പറയണേ? അത് ഇവിടത്തെ ഫേമസ് ആണ്. ഓക്കെ. സരിൻ. എന്തുകൊണ്ടാ സരിന്റെ പേര് പറയണേ? സരിൻ എന്ന് പറഞ്ഞാൽ നല്ല പ്രവർത്തകനാണ്. കഷ്ടമായിട്ടുള്ള ചോദ്യമാണ് എന്നെ സംബന്ധിച്ചിട്ട്. കാരണം ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ടീം വരാനുള്ളൊരു സാധ്യതയൊക്കെയാണ് കാണുന്നത്. അപ്പൊ ഇടതുപക്ഷം കാണും. അതെ. ഓക്കെ. സരിൻ ജയിക്കും. സരിൻ ജയിക്കും. ഓക്കെ. നല്ല ഇംപ്രൂവ്മെന്റ് ഉള്ള ആൾക്കാരെ ഇംപ്രൂവ്മെന്റ് ഉള്ള ആളാണ് ആര് ജയിക്കണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ജനങ്ങൾക്ക് സൗകര്യങ്ങൾ ചെയ്യുന്ന ഒരു ജനങ്ങൾക്ക് സൗകര്യം ചെയ്താലും ആര് ജയിക്കണം? ജനങ്ങളാണ് തീരുമാനം ചെയ്യുന്ന ആരാണ് നിങ്ങളെ കാഴ്ചപ്പാട്? എല്ലാവരും ഒരേപോലെയുള്ള ആൾക്കാർ തന്നെയാണ്. നമ്മളതിനെ പ്രതീക്ഷ എല്ലാവരും ജയിക്കട്ടെ അങ്ങനെ ജയിക്കണമെന്നല്ല, അതിലും ജനങ്ങൾ തീരുമാനിക്കുന്നത് വന്നു കഴിഞ്ഞാൽ ആരാണത്. സാർ, താങ്കളുടെ കാഴ്ചപ്പാടിൽ ആരാണ് നല്ലത്? ഞാന് അത് പറയാൻ തയ്യാറല്ല. ഓക്കെ. പാലക്കാട് സരിനെ ജയിക്കണം. സരിന. എന്തുകൊണ്ടാ സരി ജയിക്കുന്നു പറയണേ? സരിൻ പറഞ്ഞ ഇപ്പൊ ഇവിടുത്തെ വികസനങ്ങളൊക്കെ നോക്കുമ്പോ മുഖ്യമന്ത്രി പറഞ്ഞതൊക്കെ ഞങ്ങള് കേട്ടു. മാങ്കൂട്ടം ജയിക്കും. എന്തുകൊണ്ട് രാഹുലിന്റെ പേര് പറയണേ? രാഹുൽ തന്നെ ഷാഫിന്റെ പിൻഗാമിയായതുകൊണ്ട് ഷാഫി ചെയ്ത പ്രവർത്തനം കൊണ്ട് ജയിക്കും ഉറപ്പ്. ആര് ജയിക്കുന്നു അവിടെ? ഇവിടെ മൂന്നാൾക്കും ചാൻസ് ഉണ്ട്. അതിന്റെ ബദലായിട്ടാണ് ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം ഇതേപോലെ നല്ലൊരു ഭൂരിപക്ഷത്തോടെ പാലക്കാട് ജയിച്ചു വരും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ആര് ജയിക്കും എന്നുള്ളതാണ് ഇവിടെ. എന്റെ സ്വന്തമായ അഭിപ്രായമാണ് ചോദിക്കണത്. പാലക്കാട് ജനങ്ങളുടെയാണോ? നിങ്ങളുടെ? എന്റെയും പാലക്കാട് ജനങ്ങളും തീരുമാനിച്ചത് UDF തന്നെയാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ വെറുപ്പിന്റെ രാഷ്ട്രീയത്തോട് ജനം ഒരിക്കലും അംഗീകരിക്കില്ല. അവിടെ 3 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. ആര് ജയിക്കുന്ന ചോദ്യം? ഇല്ല. ഞാനെന്താ പറയുന്നത്? ഇവിടെ 3 ആൾക്കാർ മത്സരിക്കണ്ട. ആര് ജയിക്കും?
ആരെയാണെങ്കിൽ ഒരാൾ ജയിക്കും. ആൾക്കാർ ഇവിടെ മത്സരിക്കുന്നുണ്ടല്ലേ? 3 പേര് മത്സരിക്കില്ലേ? ആര് ജയിക്കുന്ന? 3 പേർക്ക് നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. പാലക്കാട് മണ്ഡലത്തിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ പങ്കുവച്ചത്. 200 പേരെയാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചത്. ഈ സർവേയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ക്യാമറാമാൻ വിഷ്ണുവിനോടൊപ്പം ബാബു, നന്ദി, നമസ്കാരം.